ഇന്നത്തെ ക്ലാസ്സിൽ എക്സസൈസ് 11.1-ലെ 6th ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. ഇൻ ദി മോഡൽ ഓഫ് എ ഷിപ്പ് ദ മാസ്റ്റ് ഈസ് 9 cm ഹൈ വൈൽ ദ മാസ്റ്റ് ഓഫ് ദ ആക്ച്വൽ ഷിപ്പ് ഈസ് 12 meter ഹൈ. ഇഫ് ദ ലെങ്ത് ഓഫ് ദ ഷിപ്പ് ഈസ് 28 meter, ഹൗ ലോങ് ഈസ് ദ മോഡൽ ഷിപ്പ്? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മോഡൽ ഷിപ്പ് ഉണ്ട്. ആ ഷിപ്പിൻ്റെ മാസ്റ്റ് 9 cm ആണ്. അതായത് ഇങ്ങനെ വന്നതാണ് മാസ്റ്റ് എന്ന് പറഞ്ഞത്. അത് 9 cm ആണ്. അതേസമയം ആക്ച്വൽ ഷിപ്പിൻ്റെ ഹൈറ്റ് എത്രയാണ്? 12 meter. നമ്മൾ ഉണ്ടാക്കിയ മോഡൽ ഷിപ്പിൻ്റെ മാസ്റ്റ് 9 cm ആക്ച്വൽ ഉണ്ടായിരുന്ന ഷിപ്പിൻ്റെ ഹൈറ്റ് 12 meter ആണ്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ ഷിപ്പ് ഈസ് 28 meter. ഇത് ആക്ച്വൽ ഷിപ്പിൻ്റെ ലെങ്ത്ത്. ഈ ലെങ്ത്ത് എത്രയാണ് ഷിപ്പിൻ്റെ? 28 meter ആണ്. അങ്ങനെയെങ്കിൽ മോഡൽ ഷിപ്പിൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ടേബിൾ വരച്ചിട്ട് ചെയ്യാം. ഹൈറ്റ് ഓഫ് ദ മാസ്റ്റ്, ലെങ്ത് ഓഫ് ദ ഷിപ്പ്. അതുപോലെ ഇവിടെ എന്താണ്? ആക്ച്വൽ. ഇവിടെ ആക്ച്വൽ ഷിപ്പിൻ്റെ വാല്യൂ, ഇവിടെ മോഡൽ ഷിപ്പിൻ്റെ വാല്യൂ നമുക്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ മാസ്റ്റ് ആക്ച്വൽ ഷിപ്പിൻ്റെ എത്രയാണുള്ളത്? 12. അതുപോലെ ആക്ച്വൽ ഷിപ്പിൻ്റെ ലെങ്ത് എത്രയാണ്? 28. ഇനി മോഡൽ ഷിപ്പിൻ്റെ ഹൈറ്റ് 9 അല്ലേ? മോഡൽ ഷിപ്പിൻ്റെ ഹൈറ്റ്, മാസ്റ്റിൻ്റെ ഹൈറ്റ് 9 cm ആണ്. അതേസമയം നമുക്ക് ലെങ്ത് ഓഫ് ദ മോഡൽ ഷിപ്പ് നമുക്കറിയില്ല. അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ നമുക്ക് ഇതിനെ എന്താക്കി എടുക്കാം? ഇത് x1, അപ്പോൾ ഈ വാല്യൂ y1, ഇത് x2, ഇത് y2. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഹൈറ്റ് ഓഫ് ദ മാസ്റ്റ് 12 ആയിരുന്നപ്പോൾ ലെങ്ത് ഓഫ് ദ ഷിപ്പ് 28 ആയിരുന്നു. ഇനി മോഡൽ ഷിപ്പ് എന്തായി? 9 cm ആയി കുറഞ്ഞു. അപ്പോൾ 12 എന്നുള്ളത് 9 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എന്തായാലും എന്തായിരിക്കും? ലെങ്ത്തും അതുപോലെ തന്നെ കുറയും അല്ലേ? ഇപ്പോൾ ഹൈറ്റ് 12 നിന്ന് 9 കുറഞ്ഞപ്പോൾ അതുപോലെ തന്നെ ലെങ്ത്തും എന്ത് ചെയ്യും? ലെങ്ത് ഓഫ് ദ ഷിപ്പും 28 നിന്ന് ഏതാണ് എമൗണ്ട് അതിലോട്ട് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അത് കുറയും എന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ അങ്ങനെ കുറയണതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? ഇതൊരു ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ് ഉള്ളത്. അപ്പോൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ അതിൻ്റെ റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? x1 by y1 is equal to x2 by y2. അതിൻ്റെ റേഷ്യോസ് സെയിം ആയിരിക്കും അല്ലേ? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പോൾ x1 by y1 എന്ന് പറയുമ്പോൾ x1 എത്രയാണ്? 12 by y1 എന്ന് പറയുമ്പോൾ 28 is equal to x2 എന്ന് പറയുമ്പോൾ 9 by y2 നമുക്കറിയില്ല, y2 എന്ന് തന്നെ എഴുതി. അപ്പോൾ ഇനി നമുക്ക് y2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇത് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 12 into y2 is equal to 9 into 28. ഇനി ഇതിൽ y2 എങ്ങനെ കണ്ടുപിടിക്കും? y2 is equal to 9 into 28. ഈ 12നെ അല്ല y2 കണ്ടുപിടിക്കാനായിട്ട് ഈ 12നെ എന്ത് ചെയ്യണം? ഈ സൈഡിലോട്ട് ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ആയിരുന്ന എന്തായി മാറി ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷനിലേക്ക് വരും. അപ്പോൾ 9 into 28 divided by 12. ഇനി 4ൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് 12ഉം 28ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും. 4 3s are 12, 10 4s are 28. അപ്പോൾ 4ൻ്റെ ടേബിൾ കൊണ്ട് നമുക്ക് 28നെയും 12നെയും നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി 7/3 ഉണ്ട്. ഇനി ഇവിടെ ഈ 3 ഉണ്ട്, ഈ 9ഉം 3 തമ്മിൽ എത്ര ക്യാൻസൽ ആവും? 3 3s are 9. അപ്പോൾ 3 കിട്ടി. ഇനിയുള്ളത് ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. അപ്പോൾ 3 into 7 21. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 21. അപ്പോൾ നമുക്ക് എഴുതാം therefore length of the model ship എത്ര കിട്ടി? മോഡൽ ഷിപ്പ് ഈസ് ഈക്വൽ ടു 21 meter. ഓക്കെ, മനസ്സിലായില്ലേ? ഇതുപോലെ നമുക്ക് ടേബിൾ വരച്ചാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.